ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേ. നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള ഉണ്ണികൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണിത്. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. ഇത് നന്നായിട്ട് കുക്കറിൽ 1 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ച് കൊടുക്കണേ. 2 വിസിൽ വന്നപ്പോൾ തന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നന്നായിട്ട് വെന്ത ക്യാരറ്റും ആ പാലും കൂടിയിട്ട് മിക്സിയിൽ ബ്ലെൻഡാക്കി എടുക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫ്ലേവറിന് വല്ല എസെൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ എന്താണെന്ന് വെച്ചുള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കണം. നല്ലോണം പൊടിയൊന്നും ഇല്ലാണ്ട് നല്ലോണം ബ്ലെൻഡാക്കി എടുക്കുക. എക്സ്ട്രാ ആയിട്ട് ഇവിടെ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൂടിയും കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലത്തെ കറക്റ്റ് നല്ലൊരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്ത് പാത്രമാണുള്ളത് അതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് ഇതൊഴിച്ച് കൊടുത്താലും മതി. ഞാൻ വീട്ടിൽ എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് എയർ ഫ്രയറിലാണ് വേവിച്ചെടുക്കണേ. ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്. എയർ ഫ്രയർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് അതിൽ വെച്ച് കൊടുത്താലും വെന്ത് കിട്ടും. പിന്നെ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കണേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ 1 ലെയറായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് 2ാമത്തെ ലെയറും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. അതിന് സെയിം നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. 1/2 കപ്പ് അരിപ്പൊടിയും പിന്നെ സെയിം ഫ്ലേവറിന് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ്, പഞ്ചസാര അതന്നെ. അത് ഞാൻ 15 മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പണിയൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഞാനിതുപോലെ കളർ ഒരു ചേഞ്ച് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ലെയർ ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം.